ഇപ്പോഴും പല ആളുകളും ബോഡിയിൽ തേക്കുന്ന അതേ സോപ്പ് തന്നെയാണ് മുഖം കഴുകാനും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിമ്പിൾസ്, ഡ്രൈ സ്കിൻ അങ്ങനെ പല ഇഷ്യൂസും വരാറുണ്ട്. ഇതിപ്പോൾ സോപ്പാണോ ഉപയോഗിക്കേണ്ടത് അതോ ഫേസ് വാഷ് ആണോ ഉപയോഗിക്കേണ്ടത്, ഇനി ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഏത് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പല ഡൗട്ട്സും ആളുകൾക്കുണ്ട്. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ പല ആളുകൾക്കും ഡൗട്ടുള്ളത് എന്തിനാണ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്, സാധാ സോപ്പ് ഉപയോഗിച്ച് തന്നെ മുഖം കഴുകിക്കൂടെ എന്നാണ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, സോപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് തുണി കഴുകാനായിട്ട് ഡിറ്റർജൻറ്റ് സോപ്പ്, രണ്ട് നമ്മുടെ ശരീരത്തിന് യൂസ് ചെയ്യാനായിട്ടുള്ള സോപ്പ്. തുണി കഴുകുന്ന സോപ്പ് നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് അതിലൊരുപാട് ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. അതുകൊണ്ടാണ് ശരീരത്തിൽ തേക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സോപ്പ് ഉള്ളത്. ഈ സോപ്പുകളിലൊക്കെ ബേസിക് ആയിട്ട് സർഫാക്റ്റന്റ് എന്നൊരു സബ്സ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സർഫാക്റ്റന്റ് ആണ് സോഡിയം ലോറൈൽ സൾഫേറ്റ് അഥവാ SLS. ഈ SLS ആണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ഓയിലും ഡേർട്ടും ഒക്കെ റിമൂവ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സർഫാക്റ്റൻസ് എല്ലാ ക്ലീനിങ് പ്രൊഡക്ട്സിലും ഉണ്ടാവും. പക്ഷേ ഇതിൽ ഹാർഷ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ SLS നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്താൽ അതൊരുപാട് സ്കിൻ ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് കാരണമാവാം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് സോഡിയം ലോറേറ്റ് സൾഫേറ്റ് അഥവാ SLES ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് SLSൻ്റെ ഒരു മൈൽഡ് ആയിട്ടുള്ള വേർഷനാണ്. ആൻഡ് ഇതാണ് ഷാംപൂസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതങ്ങനെ സ്കിന്നിനൊന്നും വലിയ ഇറിറ്റേഷൻസ് ഒന്നും വരുത്തില്ല. ഇനി നമ്മൾ കുളിക്കുന്ന സോപ്പിൽ നോക്കുകയാണെങ്കിൽ അതിൽ SLS ആയിരിക്കും ഉണ്ടാവുക. കാരണം ഡേർട്ടും ഓയിലും ഒക്കെ നന്നായിട്ട് പോകണം. സോ കുറച്ച് ഹാർഷ് ആയിട്ടുള്ള സർഫാക്റ്റന്റ് തന്നെ യൂസ് ചെയ്യണം. പക്ഷേ ഇതേ സോപ്പ് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവും ഓഫ് കോഴ്സ്, ബട്ട് ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. നമ്മളുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് നാച്ചുറൽ ഓയിൽസ് ഒക്കെ ഉണ്ട്, അത് ഈ സോപ്പ് റിമൂവ് ചെയ്യും. ആൻഡ് മറ്റ് ഇറിറ്റേഷൻസ് വരാനും ചാൻസ് ഉണ്ട്. മറ്റുള്ള സ്കിന്ന് പോലെയല്ല മുഖത്തെ സ്കിന്ന്, അത് വളരെ തിന്നാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഫേസ് വാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുഖത്തെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അതിനാവശ്യമുള്ള നാച്ചുറൽ ഓയിൽസ് ഒക്കെ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഫേസ് വാഷിന് സാധിക്കും. സോ മുഖത്ത് സോപ്പ് ഉപയോഗിക്കരുത്, പകരം ഫേസ് വാഷ് യൂസ് ചെയ്യണം എന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യണം എന്നായിരിക്കും. നമുക്കറിയാം, മാർക്കറ്റിൽ ഇന്ന് ഒരുപാട് ഫേസ് വാഷസ് ഉണ്ട്. സോ ഏതാണ് വാങ്ങിക്കേണ്ടത് എന്ന് ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രൊഡക്ട്സ് ജെൻഡർ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ആൺകുട്ടികൾക്ക് വേറെ പ്രൊഡക്റ്റ് ആവും ആൻഡ് പെൺകുട്ടികൾക്ക് വേറെ സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവും. കാരണം ആൺകുട്ടികളുടെ സ്കിന്ന് പെൺകുട്ടികളുടെ സ്കിന്നിനേക്കാൾ ഒരു 10 to 20% തിക്കറായിരിക്കും, കട്ടി കൂടുതലാവും. സോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആൺകുട്ടികൾക്ക് പറ്റുന്ന ഫേസ് വാഷാണ്. നമ്മൾ ആൺകുട്ടികൾ കൂടുതലായിട്ട് പുറത്തു പോകുന്നവരാണ്, ഔട്ട്സൈഡ് എക്സ്പോഷർ കൂടുതലായിരിക്കും. സോ നമ്മളുടെ മുഖത്തിന് ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള എന്നാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന നല്ലൊരു ഫേസ് വാഷ് നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് വാഷ് നോക്കി പോകുമ്പോൾ മിക്കതിലും ഈ SLS, പാരാബൻ തുടങ്ങിയ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ഇത്തരത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയ ഫേസ് വാഷസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മളെ സ്കിന്നിന് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഫേസ് വാഷാണ് മുഷ്ടാക്കിൻ്റെ ഓഷ്യൻ ഫേസ് വാഷ്. ഇത് ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ആൻഡ് ഇതിൽ അങ്ങനെ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല. ഇപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ കാണാം SLS ആൻഡ് പാരാബൻ ഫ്രീ ആണ്. SLSും പാരാബനും ഇതിലില്ല. പിന്നെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സോഡിയം ലോറൈൽ സർക്കോസനേറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സർഫാക്റ്റന്റ്. ഇതൊരു മൈൽഡ് ആയിട്ടുള്ള സർഫാക്റ്റന്റ് ആണ്. ആൻഡ് ഇത് മുഖത്തെ ഡേർട്ടും ഓയിലും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് മുഖത്ത് ഇറിറ്റേഷൻസോ കാര്യങ്ങളൊന്നും വരുത്തില്ല. ഇതൊരു ഗ്രീൻ കെമിക്കൽ ലിസ്റ്റിൽ വരുന്നതാണ്. പിന്നെ ഉള്ളത് ലിക്കറൈസ് എക്സ്ട്രാക്റ്റ് ആണ്, അതിമധുരം, അതിൻ്റെ എക്സ്ട്രാക്റ്റ്. ഇത് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് മെലാനിൻ്റെ അളവ് കുറയ്ക്കും ആൻഡ് അതുവഴി സ്കിന്നിന് കൂടുതൽ ബ്രൈറ്റ് ആവും, നമ്മുടെ സ്കിൻ ടോൺ ബ്രൈറ്റ് ആവും. പിന്നെ സാലിസൈക്ലിക് ആസിഡ്, ഇത് മുഖത്തെ പിമ്പിൾസ് കുറയ്ക്കാനായിട്ടും സ്വെറ്റിംഗ് കുറയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അക്രിലേറ്റ് കോപോളിമേഴ്സ് ഉണ്ട്, ഇത് മുഖത്തൊരു ചെറിയ ലെയർ ഫോം ചെയ്യും. ഇത് നമ്മുടെ മുഖത്ത് ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെന്തോൾ ഉള്ളത് കാരണം നല്ലൊരു കൂളിംഗ് എഫക്റ്റും ഉണ്ടാവും. സോ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇതിലങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു ബോട്ടിൽ ഫുള്ള് ഞാൻ യൂസ് ചെയ്തതാണ്. എനിക്കങ്ങനെ ഒരു രീതിയിലുള്ള സ്കിൻ ഇഷ്യൂസും വന്നിട്ടില്ല. ആൻഡ് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടിയത്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, മോർ ദാൻ 2.5 lakh റിവ്യൂസ് ഇതിനുണ്ട് ആൻഡ് 4.1 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. 2 ബോട്ടിലുള്ള കോംബോ ആയിട്ട് വാങ്ങിച്ചാൽ
ഒരെണ്ണത്തിന് 150 റുപ്പീസ് ആയിട്ട് കിട്ടും. സോ വളരെ അഫോർഡബിൾ ആണ്. ആൻഡ് ഒരു ഫേസ് വാഷ് തന്നെ നിയർലി 45 ഡേയ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിന്നിട്ട് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.